ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇതിൻ്റെ ഹോസ്റ്റലിലെ ലാസ്റ്റ് ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ ഹോസ്റ്റലിലെ എൻ്റെ ഈ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് കാണിക്കുന്നതിലല്ല, എനിക്കതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനത് ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ ഒരു റൂമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സ്പെഷ്യൽ, എൻ്റെ ഒരു ഫേവറേറ്റ്, എൻ്റെ വീട് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ ഹോസ്റ്റലിലെ ഈ ഒരു റൂമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കാരണം ഞാനൊരു 7 വർഷമായി ഇപ്പം ഈ ഒരു ഹോസ്റ്റൽ ലൈഫ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ എൻ്റെ ആ ഒരു എൻ്റെ ഒരു യൂത്ത് ഫുൾ ഇവിടെ ആയിരുന്നു. ഞാനൊരു 18.5 or 19 ആ ഒരു ഏജിലാണ് ഞാനിവിടെ വന്നത്. എനിക്കിപ്പോൾ 25 കഴിഞ്ഞു. അപ്പോൾ അത്രയും വർഷത്തെ എൻ്റെ ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉള്ളൊരു ഹോസ്റ്റലാണിത് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഈ ഒരു റൂമിലാണ്. അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു റൂമാണ്. ഒരുപാട് കളിതമാശകൾ, ഒരുപാട് ചിരികൾ, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളൊരു റൂമാണിത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള നിമിഷങ്ങളൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ്. എൻ്റെ വീട് പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ റൂം. എവിടെ പോയാലും ഈ ഒരു റൂമിൽ വന്നിട്ട് ഈ ഒരു ബെഡിൽ, എൻ്റെ ഒരു ബെഡിൽ കിടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം എനിക്ക് വേറെ എവിടെ പോയാലും എനിക്ക് കിട്ടില്ല. അത്ര എനിക്ക് സ്പെഷ്യലാണ് എനിക്കൊരു റൂം. അപ്പം എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഇവിടെ നിന്ന് പോകുന്നതിൽ. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോഴേക്കും എനിക്ക് കാണാമല്ലോ എൻ്റെ റൂമും എൻ്റെ എല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന്, എൻ്റെ ഒരു ഹോസ്റ്റൽ റൂം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ഈ റൂമിൽ ഈ ഒരു വ്ളോഗ് എടുത്തിട്ട് വേണം എനിക്ക് പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഈ റൂമിൽ ഫുള്ള് ഷൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. D15 ആണ് കേട്ടോ. അപ്പോൾ ഡു നോട്ട് ഡിസ്റ്റർബ്. ഇതാണ് എൻ്റെ പണ്ടിൻ്റെ റൂമിൽ ചെയ്തിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൂമിലോട്ട് കിടന്നാലോ. വലിയ വൃത്തിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരു ഹോസ്റ്റലാകുമ്പോൾ അറിയാമല്ലോ, നമുക്ക് അധികം വൃത്തിയായിട്ടൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ടും കൂടി ഞാൻ മാക്സിമം എൻ്റെ റൂമും ബെഡൊക്കെ ക്ലീൻ ആക്കാറുണ്ട്. എന്നാലും പറ്റില്ല കേട്ടോ. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വീണ്ടും ഇങ്ങനെ വൃത്തികേടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഡോർ ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഇത്രയും ഭാഗമാണ് എൻ്റെ ഏരിയ. അത് രണ്ടും എൻ്റെ 2-3 പേരാട്ടോ ഈ റൂമിൽ. അപ്പോൾ ഇത് രണ്ടും വന്നിട്ട് എൻ്റെ വേറെ 2 റൂംമേറ്റ്സിൻ്റെ, അവരിങ്ങനെ കട്ടിലടുപ്പിച്ചിട്ട് സ്പേസിൻ്റെ പ്രശ്നം കൊണ്ട് കട്ടിലടുപ്പിച്ചിട്ടാണ് അവർ കിടക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിൾ എന്ന് പറയുന്നത്. വലിയ വൃത്തിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം പിന്നെ പോവാറായി ഇവിടെ ഒരു തുണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റി. അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ട് ഈ ടേബിൾ ഇരിക്കുന്നത്. ആ തുണി എടുത്ത് പോവാറായതുകൊണ്ട് തന്നെ തുണിയൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടേബിൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ എപ്പോഴും ഇങ്ങനെ സാധനങ്ങൾ കൺജസ്റ്റഡ്. ഇപ്പം എനിക്ക് പഠിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ബുക്സൊന്നും അധികം ഉണ്ടാവില്ല. പണ്ട് ഇവിടെ ഫുള്ള് ബുക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്. ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയൊരു ആർട്ട് വർക്കാണ്. ഇത് ഓൾറെഡി ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നതാണ് കേട്ടോ. നമുക്ക് ഈ റൂം കിട്ടിയപ്പോഴും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ ഫോട്ടോസ്, ഇത് ഞാനാണ്, ഇതെൻ്റെ ഫ്രണ്ട് അഞ്ജന, ഇത് ശില്പ, ഇതൊക്കെ ഞങ്ങളിവിടെ ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. ബാക്കി ഇതൊക്കെ ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മൾ അതിന് ചെയ്തതെന്നല്ല. ഓക്കെ, ഇവിടെ ഒരുപാട് ആർട്ട് വർക്ക് ഉണ്ട്. ഇത് കണ്ടില്ലേ? ഇതെൻ്റെ പുത്തൻ റീബാൻ ഗ്ലാസ്സാണ്. പിന്നെ ഇതിൻ്റെ അതൊക്കെ ഞാൻ വായിക്കുന്നില്ല, നിങ്ങളതിനെ വായിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ടേബിളെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കണോ? വേണ്ട. നമ്മുടെ വെള്ളം കുടിക്കുന്ന ജഗ്, ഇത് അച്ചാറാണ് കേട്ടോ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. പിന്നെ അത് ശില്പയുടെ അച്ചാറാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ കുറേ വാച്ചും, പിന്നെ ഇതൊക്കെ എൻ്റെ കുറേ സാധനങ്ങളാണ്. ഇതൊക്കെ ഞാനിങ്ങനെ ഇട്ടങ്ങ് വയ്ക്കുക ചെയ്യുക. കുറച്ച് അങ്ങനെ സൂക്ഷിക്കാറില്ല. എല്ലാം കൊണ്ട് ഇതിൻ്റെ തൊട്ട് ഇങ്ങനെ ഇടും. പിന്നെ ഇതെൻ്റെ മോയ്സ്ചറൈസർ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. ഇതൊരു ടെക്സ്റ്റാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ പേഴ്സ്, ഇതെന്തോ ഒരു ആവശ്യം വന്നിട്ട് പെട്ടെന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഹെഡ്സെറ്റ് അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഇവിടെയാണ് ഞാൻ എൻ്റെ ബാഗും കുടയും ഒക്കെ ഹാങ് ചെയ്യണത് കേട്ടോ.
ആ ഒരു ഭാഗത്താണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കലണ്ടറും മിററും ഉണ്ട്. ഈ മിറർ അധികം നമ്മൾ നോക്കാറില്ല കേട്ടോ. നമ്മൾ നോക്കണ മിറർ എന്ന് പറയുന്നത് അപ്പുറത്തുള്ളതാണ്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉള്ളത് ഈ ഒരു ഭാഗം ഞാൻ കാണിക്കില്ല, കാരണം നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും കാണും ഇങ്ങനെ ഒരു കസേര. അതുപോലെ ഈ ഹോസ്റ്റലിലെ കസേരയാണിത്. ഇതിലെപ്പോഴും നമ്മളുടെ ഡ്രസ്സ് കൊണ്ടിടും, എല്ലാ ഡ്രസ്സ് കൊണ്ടിടും ഇത് ഈ ഒരു കസേരയിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കസേരയാണിത്. അതുകൊണ്ട് ഞാനത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതൊരിക്കലും വൃത്തിയാക്കി കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കില്ല കേട്ടോ, കാരണം എല്ലാവരും നമ്മളിങ്ങനെ കഴുകാനുള്ളത്. ഈ ഒരു റൂമിലെ ഫേവറേറ്റ് പ്ലേസ് അത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എൻ്റെ ബെഡാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു ബെഡ് ഭയങ്കര, ഇതധികം മെത്തയൊന്നും അല്ല കേട്ടോ, ചെറിയൊരു മെത്തയാണ്. ഇവിടെ വന്ന ടൈമിൽ വാങ്ങിയൊരു മെത്തയാണ്. പക്ഷേ ഈ മെത്തയിൽ കിടക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. ഇപ്പം നമ്മൾ നല്ലൊരു റേറ്റ് കൊടുത്തുള്ള ഒരു മെത്ത വാങ്ങിയപ്പോൾ എനിക്ക് അത്രയും സുഖം ഇതിൽ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ എവിടെയും കിട്ടില്ല. കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് നല്ലോണം എപ്പോഴും ക്ലീൻ ചെയ്തൊക്കെ വെക്കും. എനിക്ക് എപ്പോഴും ബെഡ് ക്ലീൻ ആയിരിക്കണം, കാരണം എന്നാൽ മാത്രമേ എനിക്ക് കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ബെഡ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്, എൻ്റെ തലങ്ങാണ്. ഇതെൻ്റെ ഒരു പാവക്കുട്ടിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡെന്ന് പറയാനായിട്ട്. പിന്നെ അവിടെ ഒരു പാവ ഇരിപ്പുണ്ട്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പാവയാണ് കേട്ടോ, നല്ല സൈസുള്ളൊരു പാവയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ശില്പയുടെ പാവയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാറ്. നമ്മൾ 2 കസേര, ഇതിന് ഇരിക്കാൻ സ്ഥലമില്ല, അത്രയും വലുതാണ് കേട്ടോ, എന്നെയും കാട്ടിയുണ്ട് ഈ ഒരു പാവ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ 2 കസേര വെച്ചിട്ടൊക്കെയാണ് ഇവൻ ഇരുത്താറ്. കണ്ടില്ലേ, അങ്ങനെയൊന്നും അവൻ ഇരിക്കില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗം. പിന്നെയുള്ളത് ഇവരുടെ ബെഡാണ്, അത് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ 3 അലമാരയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞങ്ങൾ 3 പേരാണ്. ഇത് വന്നിട്ട് സീതയുടെ അലമാരയാണ്, ഇത് ശില്പയുടെ. അങ്ങ് അറ്റത്ത് കാണുന്നതാണ് എൻ്റെ അലമാര, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അലമാര എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു മിററൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇതൊക്കെ ഞാൻ ഫിക്സ് ചെയ്ത് സെറ്റാക്കി ഇവിടെ ഒട്ടിച്ച് വെച്ചതാണ്. ഈ ഒരു മിറർ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഈ ഒരു മിറർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കണ്ണാടി നോക്കാനൊക്കെ പറ്റുന്നത്. പിന്നെ അവിടെ കണ്ടൊരു ചെറിയ മിററില്ല, പക്ഷെ എല്ലാവരും ഈ ഒരു മിററിലാണ് കേട്ടോ നോക്കുക. ഇനി ഞാൻ എൻ്റെ ഒരു അലമാര കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അലമാര. എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ള ഈ ഒരു അലമാരയ്ക്കാണ്. കാരണം ഞാനിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പറയും, എങ്ങനെയാണ് ഇത്ര ക്ലീനായിട്ട് ഓർഗനൈസ്ഡ് ആക്കി വെക്കണേന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ മടക്കി ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ കഴുകി വെക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കണത്. എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഡ്രസ്സൊക്കെ മെസ്സി ആയിട്ടിരിക്കണം എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കണത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഇതിൽ ഫുൾ എൻ്റെ ഡ്രസ്സാണ്. പിന്നെ മുകളിൽ കുറച്ച് ബോൾസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ സെറ്റാണ്. പിന്നെ ഇതിൽ കുറേ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ ഇതിൽ കിടക്കാണ് കേട്ടോ. ലിപ്സ്റ്റിക്കും കുറേ ബൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ, നല്ല സ്മെല്ലുള്ളൊരു മോയ്സ്ചറൈസറാണ്. അതിനെ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ, വളരെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു റോയിലാണ് എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ഈ ഒരു റോയിലാണ് ഓർഗനൈസ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ വളകളാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ വളകളാണ്, ഓരോ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ വാങ്ങുന്ന വളകളാണ്. പിന്നെ ഇതൊന്നും ഞാൻ കാണിക്കണില്ല, ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ വീഡിയോ ആയപ്പം ഇതൊക്കെ ഓരോ ബോക്സിൽ എന്തൊക്കെ എൻ്റെ സാധനങ്ങളൊക്കെ, കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്. ഇതൊക്കെ വന്നിട്ട് കമ്മൽ. ഈ ലാസ്റ്റിലത്തെ എന്താണ്, ലാസ്റ്റിലത്തെ അതുപോലെ എന്തൊക്കെയോ ആണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഇതൊക്കെ എന്താ. ഇതൊക്കെ തുറന്നു പോലും നോക്കാറില്ല, യൂസ് ചെയ്യാറില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് അതിപ്പോൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. അല്ലെങ്കിൽ ഇവിടെ ഫുള്ളിങ്ങനെ കിടക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു റോയിൽ അതാണ് കേട്ടോ. ഏറ്റവും അടിയിലത്തെ റോ കുറച്ച് മെസ്സിയാണ് കേട്ടോ. അതിൽ ഫുള്ള് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ തിക്കിനെരിക്കിനെ വെച്ചേക്കുവാണ്. ഇതിൽ ഫുള്ള് എൻ്റെ ജീൻസും അതിനിടാൻ പറ്റുന്ന ടോപ്സും പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യാം കുറച്ച് വർക്കൊക്കെ ഉള്ള ചുരിദാറൊക്കെയാണ് ഇതിനകത്ത് വെച്ചേക്കണത്. വേറെ ഒന്നുമില്ല. ഇതെൻ്റെ ഒരു ഡാൻഡ്രഫ് പോകുന്ന ലോഷനാണ് കേട്ടോ.
അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു അലമാരയിൽ എന്ന് പറയാനുള്ളത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അലമാര. കാണുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയുള്ളതുകൊണ്ട് തന്നെ ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഒരുപാട് പേര് എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു അലമാരയെ പറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു അലമാരയൊക്കെ എന്നെ മിസ് ചെയ്യും കേട്ടോ. സത്യമായിട്ട് എന്നെ മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു അലമാരയാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു അലമാരയുടെ വിശേഷം. അപ്പോൾ അത്ര തന്നെയുള്ളൂ. ഈ റൂമിൽ പ്രത്യേകിച്ച് പിന്നെ കാണിക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു ബാഗുണ്ട്. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടോ, ഇത് വന്നിട്ടൊക്കെ എൻ്റെ ടൈം ടേബിളാണ് കേട്ടോ. ഓരോ ദിവസം എനിക്ക് ഈ ഒരു ടൈമിലേക്ക് നന്നാവാനൊക്കെ തോന്നുമ്പോഴേക്കും ഞാനിങ്ങനെ കോളേജിൽ ഇരുന്നിട്ട് ടൈം ടേബിൾ എഴുതി വയ്ക്കും. ഇന്ന സമയത്ത് ഫുഡ് ടൈം, സ്ലീപ്പ്, അതുപോലെ തന്നെ സ്റ്റഡി ടൈം. ഇതിൽ ഏറ്റവും കോമൺ എന്നിട്ട് സ്റ്റഡി ടൈം കുറവായിരിക്കും, പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ ടൈം ഞാൻ ഫോണിലാണ് ടൈം ടേബിൾ എഴുതി വെക്കുക. എന്നാലും ഉണ്ട് സ്റ്റഡി ടൈമൊക്കെ യൂസ് ചെയ്ത്. ഇതൊക്കെ ഓരോ വർഷങ്ങളിൽ ഓരോ ടൈമിലൊക്കെ ഞാൻ എഴുതിയ ടൈം ടേബിളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാ വേറൊരു ടൈം ടേബിൾ. ഇത് നിങ്ങൾ കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അത് ഞാനിങ്ങനെ ലിപ്സ്റ്റിക്കിനെ കൊണ്ട് എഴുതി വെച്ചതാട്ടോ. അപ്പോൾ ഇതും വേറൊരു ടൈം ടേബിളായിട്ട്. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഞാൻ വരച്ച് ഒട്ടിച്ച് വെച്ചതാണ്. പക്ഷേ ഏറ്റവും കോമഡി ഇതൊന്നും ഞാൻ പാലിക്കാറില്ല. മാക്സിമം ഒരാഴ്ച അതിനുള്ളിൽ ഞാൻ ഈ ടൈം ടേബിളൊക്കെ തെറ്റിക്കും. എന്നാലും നമുക്കൊന്ന് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ടൈം ടേബിൾ വെച്ചിട്ട് ഒരുപാട് ഫോളോ ചെയ്യുന്നവർക്ക് നല്ലതാണ്, പക്ഷെ ഞാൻ അധികം ഫോളോ ചെയ്യാറില്ല. പക്ഷേ നല്ലതാണ് ഇങ്ങനെ ടൈം ടേബിളൊക്കെ വെക്കണത് കേട്ടോ. പിന്നെ ഇവിടെയും വേറൊരു കണ്ണാടി ഉണ്ട്. ഇത് വന്നിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇത് വന്നിട്ട് സീതയുടെ ടേബിളാണ്. ഇവിടെ ഒരുപാട് അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് വന്നിട്ട് നീർമാധവത്തിൻ്റെ ബുക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരി ഭയങ്കര വായനാശീലമുള്ള ആളാണ്. ഈ റൂമിൽ ഒട്ടും വായിക്കാത്ത ഞാനാണ്. ശില്പയായാലും സീതയായാലും ഒക്കെ ഫുൾ ടൈം വായനയും ബുക്സൊക്കെ വായിക്കുന്നവരാണ് കേട്ടോ. ഞാനങ്ങനെ ബുക്സൊന്നും വായിക്കാറില്ല. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ അവരുടെ ബുക്സാണ്. ഇതെൻ്റെ ബുക്കാണ് കേട്ടോ. ഇതെൻ്റെ ചേട്ടൻ്റെ ബുക്കാണ്. അത് ഞാൻ ഇവിടെ വായിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ കുറച്ച് ബുക്സൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് നേരം ബുക്ക് വായിക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ ബുക്സ് വായിക്കാറില്ല കേട്ടോ. പക്ഷേ ഇവരൊക്കെ ഫുൾ ടൈം ബുക്സ് വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു റൂം ടൂർ എന്ന് പറയാൻ. എൻ്റെ ഫേവറേറ്റ് സ്പെഷ്യലായിട്ടുള്ള എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതെനിക്ക് ബോട്ടിൻ്റെ കിട്ടിയതാണ് കേട്ടോ. ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയ സ്റ്റിക്കറാണ്. അത് ഞാനിവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൂമിലെ ഏറ്റവും വൃത്തികേടായിട്ട ഭാഗങ്ങളൊന്നും ഞാൻ കാണിക്കില്ല. അപ്പോൾ അത്രേ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത്. ഇതിലെനിക്ക് വ്യൂസും ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. കാരണം ഇതെൻ്റെ ഓർമ്മയാണ്. എനിക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ അപ്ലോഡ്. വീഡിയോ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസ് എൻ്റെ ഈ ഹോസ്റ്റലിലെ ലാസ്റ്റ് ഒരു വീഡിയോ ആയിരിക്കും. എൻ്റെ ഫേവറേറ്റ് പ്ലേസ്, എൻ്റെ ഹോംലി ഫീൽ തരുന്ന എൻ്റെ ഹോസ്റ്റൽ റൂം, അതാണ് ഞാനിന്ന് കാണിച്ചു തന്നത്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഇനി ഇവിടെ ബാക്കിയില്ല കേട്ടോ. എനിക്ക് ഈ ഒരു റൂം കാണിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ട്. കുറേ പണികളുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.